മുഖ്യമന്ത്രിക്കായുള്ള ചരടുവലി കേരളത്തിൽ തെരുവിലേക്കെത്തുന്നതിൽ കോൺഗ്രസ് ഉന്നത നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. ചേരിതിരിഞ്ഞുള്ള സ്വീകരണങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി വിവരം തേടി. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് ഇമെയിൽ അയക്കുന്നതിനുള്ള ആഹ്വാനവും ഗൗരവമായെടുക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം മുഖ്യമന്ത്രിയാരെന്നതിൽ തന്റെ നിലപാട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയോടും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടില്ല. കെ.സി. വേണുഗോപാലിനെ ദില്ലിയിൽ നിന്ന് തിരിച്ചയക്കണോ എന്ന തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. നിരീക്ഷകരുടെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും രാഹുലിന്റെ തീരുമാനം. മുഖ്യമന്ത്രി തീരുമാനത്തിൽ കോൺഗ്രസിന്റെ നിർണായക നിയമസഭാ കക്ഷിയോഗം ഇന്നാണ് നടക്കുന്നത്. എ.ഐ.സി.സി. നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെത്തിയിരുന്നു. മുതിർന്ന നേതാക്കളെയും ഘടകകക്ഷികളെയും കേൾക്കും. കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിലെ തീരുമാനം വൈകും. മുഖ്യമന്ത്രിയും ഘടകകക്ഷി മന്ത്രിമാരുമായിരിക്കും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. ഹൈക്കമാൻഡിന്റെ കർശന മേൽനോട്ടത്തിലായിരിക്കും മന്ത്രിമാരെ തീരുമാനിക്കുക. മെറിറ്റ് മാത്രമാകണം മാനദണ്ഡമെന്നും ഗ്രൂപ്പ് താൽപര്യങ്ങൾ നോക്കരുത് എന്നും രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത ശേഷം മന്ത്രിമാരുടെ കാര്യത്തിൽ വിശദമായ ചർച്ചകൾ നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും തീരുമാനമുണ്ടാകുക. എം.എൽ.എമാരെ ഒപ്പം നിർത്താൻ മന്ത്രിസ്ഥാനമുൾപ്പെടെ പലർക്കും വാഗ്ദാനം ചെയ്തതായും സൂചനയുണ്ട്. എം.എൽ.എമാരുമായി തുടർച്ചയായി ആശയവിനിമയം ഗ്രൂപ്പ് നേതാക്കൾ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയെച്ചൊല്ലി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പോര് രൂക്ഷമാകുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് പിന്തുണയുമായി മുസ്ലിം ലീഗ് നേതാവും എം.എൽ.എയുമായ കെ.എം. ഷാജി. പ്രതിപക്ഷ നേതൃത്വസ്ഥാനത്തേക്ക് വി.ഡി. സതീശൻ കൊള്ളാമെന്ന എ.ഐ.സി.സി. നിഗമനം ശരിയാണെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ നിയോഗിച്ച ഉത്തരവാദിത്വം നേരാംവണ്ണം വിനിയോഗിച്ചു എന്നതിന്റെ തെളിവാണ് യു.ഡി.എഫിന്റെ വലിയ വിജയം. ഇനി അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. 102 സീറ്റുകൾ നൽകിയ ജനങ്ങളോട് യു.ഡി.എഫ് പ്രതിബദ്ധത കാണിക്കണമെന്നും ഷാജി പ്രതികരിച്ചു. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിനുശേഷം ആദ്യമായി പ്രതികരിച്ച് സി.പി.എം. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. അപ്രതീക്ഷിത പരാജയമാണെന്ന് ഗോവിന്ദൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിലാണ് പ്രതികരണം. ഇടതുപക്ഷ ചരിത്രത്തിൽ ഇതിനു മുൻപും ഇതിൽ കുറഞ്ഞ വോട്ട് ശതമാനം കിട്ടിയിട്ടുണ്ട്. പാർട്ടി ഘടകങ്ങളെയും മുന്നണിയെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് തുടർ നടപടി ആലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പരാജയത്തിന്റെ കാരണം കണ്ടെത്താൻ പാർട്ടി റിവ്യൂ നടത്തും. ഇടതുപക്ഷം തിരിച്ചുവരും. ഇടതുപക്ഷം എന്നും ജനപക്ഷത്താണ്. സഖാക്കൾക്ക് നിർഭയമായും സ്വതന്ത്രമായും അഭിപ്രായം പറയാൻ അവസരമൊരുക്കും. എല്ലാ കാര്യങ്ങളും കേട്ട ശേഷം കൃത്യമായ വിശകലനം നടത്തി തീരുമാനത്തിലെത്തുമെന്നും ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ ഒരു പതിറ്റാണ്ട് നീണ്ടുനിന്ന ഇടതുപക്ഷ ഭരണത്തിനാണ് അവസാനമായത്. 140 അംഗ നിയമസഭയിൽ വെറും 34 സീറ്റുകളിലേക്ക് സഖ്യം ഒതുക്കപ്പെട്ടതോടെ നിയമസഭയിലെ നേതൃത്വത്തെക്കുറിച്ചും പിണറായി വിജയന്റെ ഭാവിയെക്കുറിച്ചും സി.പി.എം. വലിയ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരത്തെ മറികടന്ന് എൽ.ഡി.എഫിന് മൂന്നാം ഊണ് ലഭിച്ചിരുന്നെങ്കിൽ പിണറായി വിജയൻ തന്റെ പാർട്ടിയിലും ഇടതുപക്ഷ അണികൾക്കിടയിലും കൂടുതൽ കരുത്തനായി ഉദയം ചെയ്യുമായിരുന്നു. തുടർച്ചയായ മൂന്നാം വിജയമുണ്ടായാൽ അദ്ദേഹം തന്നെയാകും സർക്കാരിനെ നയിക്കുക എന്ന് സി.പി.എം. നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പാർട്ടിയുടെ മുന്നിലുള്ള ഓപ്ഷനുകൾ പരിമിതമാണ്. പാർട്ടിയുടെ രണ്ടാം നിര നേതാക്കളിലും മന്ത്രിസഭാംഗങ്ങളിലും ഭൂരിഭാഗവും പരാജയപ്പെട്ടു. കെ.എൻ. ബാലഗോപാൽ, മുഹമ്മദ് റിയാസ്, സജി ചെറിയാൻ എന്നീ 3 പേർ മാത്രമാണ് വിജയിച്ചു കയറിയത്. കെ.കെ. ശൈലജ പോലുള്ള മുതിർന്ന നേതാക്കളുടെ പരാജയവും സി.പി.എമ്മിന് തിരിച്ചടിയാണ്. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ സി.പി.എം. നേതൃത്വത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കടുത്ത വിമർശനം. കണക്ക് നോക്കിപ്പോകുന്ന പതിവ് ശൈലി പറ്റില്ലെന്നും അണികളുടെ വികാരം മനസ്സിലാക്കണമെന്നും അംഗങ്ങൾ. പരാജയത്തിന്റെ കാരണം കണ്ടെത്താൻ പാർട്ടി വിശദമായ പരിശോധന നടത്തുമെന്ന് എം.ഇ. ബേബി അറിയിച്ചു. പാർട്ടി അടിത്തറ നഷ്ടമായ അവസ്ഥയിലെന്ന് സി.പി.എം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനമുയർന്നു. അണികളുടെ വികാരം മനസ്സിലാക്കാൻ പോലും നേതൃത്വത്തിന് കഴിയുന്നില്ല. കണക്ക് നോക്കിപ്പോകുന്ന പതിവ് ശൈലി പറ്റില്ലെന്ന് അംഗങ്ങൾ തുറന്നടിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന്റെ കാരണം കണ്ടെത്താൻ പാർട്ടി വിശദമായ പരിശോധന നടത്തുമെന്ന് സി.പി.എം. ജനറൽ സെക്രട്ടറി എം.എ. ബേബി പറഞ്ഞു. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ കേൾക്കും. എം.എ. ബേബി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനുശേഷം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നതിലും സി.പി.എമ്മിൽ തീരുമാനമായില്ല. ഇടുക്കി പൂപ്പാറയ്ക്ക് സമീപം പന്ന്യാർപുഴ കയ്യേറി നിർമ്മിച്ച ചില കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു തുടങ്ങി. 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കേണ്ടത്. ഇതിൽ 56 കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു നീക്കും. ബാക്കിയുള്ളവ റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. 2024-ൽ 3 ആരാധനാലയങ്ങൾ ഉൾപ്പെടെ 56 കെട്ടിടങ്ങൾ സർക്കാർ ഏറ്റെടുത്തിരുന്നു.
ഇതിനെതിരെ ഉടമകൾ സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയും തള്ളിയിരുന്നു. ഏറ്റെടുത്ത കെട്ടിടങ്ങളിൽ കഴിഞ്ഞിരുന്ന 29 കുടുംബങ്ങളോട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒഴിയണമെന്ന പഞ്ചായത്ത് നോട്ടീസ് നൽകിയതാണ്. ഇതവഗണിച്ചതിനെ തുടർന്ന് 24 മണിക്കൂറിനുള്ളിൽ ഒഴിയണമെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം വീണ്ടും നോട്ടീസ് നൽകി. ഇതും അവഗണിച്ചതോടെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടി ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു. റാണിയെ നടുക്കിയ കീക്കൊഴൂർ സ്വദേശി രഞ്ജിത കൊലക്കേസിൽ ശിക്ഷ വിധിച്ചു കോടതി. രഞ്ജിതയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതി അതുൽ സത്യന് ജീവപര്യന്ത കഠിന തടവാണ് ശിക്ഷ. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിൽ ശിക്ഷ വിധിച്ചത്. രഞ്ജിതയ്ക്കൊപ്പം താമസിച്ചിരുന്ന അതുൽ സത്യൻ കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. 2023 ജൂൺ 24-നായിരുന്നു നാടിനെ നടുക്കിയ അരുംകൊല. രഞ്ജിതയുടെ അച്ഛനെയും അമ്മയെയും പ്രതി വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. മക്കളുടെ മുന്നിലിട്ടാണ് പ്രതി രഞ്ജിതയെ ക്രൂരമായി വെട്ടിക്കൊന്നത്. മുൻപ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള അതുൽ സത്യനെതിരെ രഞ്ജിത പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ വിചാരണ പൂർത്തിയാക്കി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കി. ഇടുക്കി ശാന്തൻപാറയ്ക്ക് സമീപം ശങ്കരപാണ്ഡ്യമേട്ടിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശങ്കരപാണ്ഡ്യമേട്ടിൽ താമസിക്കുന്ന ജഗൻ മോഹന്റെ ഭാര്യ ശാന്തിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭർത്താവിന്റെ ബന്ധുവിനെ ശാന്തൻപാറ പോലീസ് അറസ്റ്റ് ചെയ്തു. ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എതിർത്തതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സംശയം. തിങ്കളാഴ്ചയാണ് വീട്ടിനുള്ളിൽ ശാന്തിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് ജഗൻ മോഹൻ വീട്ടിലില്ലാതിരുന്ന സമയത്ത് ഇവരുടെ സഹോദരി ഭർത്താവും ആനയിറങ്കൽ സ്വദേശിയുമായ രാമകൃഷ്ണൻ ഇവരുടെ വീട്ടിലെത്തി. ആണി വാങ്ങാനാണ് രാമകൃഷ്ണൻ എത്തിയത്. ശാന്തി ജഗൻമോഹനെ ഫോണിൽ വിളിച്ച് ഇക്കാര്യം പറഞ്ഞു. താൻ തിരികെ വന്നതിനുശേഷം ആണി കൊടുക്കാമെന്ന് ജഗൻമോഹൻ പറഞ്ഞു. അതിനായി രാമകൃഷ്ണൻ വീട്ടിൽ കാത്തിരുന്നു. ജഗൻമോഹൻ തിരികെ എത്തിയപ്പോൾ കിടപ്പുമുറിയിൽ നിലത്തു വീണു കിടക്കുന്ന ശാന്തിയെ കണ്ടു. ശാന്തി തനിക്ക് ചായ തന്നതിനുശേഷം കുഴഞ്ഞു വീണതാണെന്ന് രാമകൃഷ്ണൻ ജഗൻമോഹനോട് പറഞ്ഞു. തുടർന്ന് ഇരുവരും ചേർന്ന് പൂപ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് പരിശോധനയിൽ ശാന്തി മരിച്ചതായി കണ്ടെത്തിയതോടെ പോലീസിനെ വിവരമറിയിച്ചു. ശാന്തൻപാറ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്കു ശേഷം മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരാണ് ശാന്തിയുടെ കഴുത്തിൽ അസ്വാഭാവികമായ അടയാളം കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ശ്വാസം മുട്ടിയാണ് ശാന്തി മരിച്ചതെന്ന് കണ്ടെത്തി. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ശാന്തിയെ കഴുത്തിൽ തോർത്തുമുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് സമ്മതിച്ചത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അടിമാലി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ പാലക്കാട് CPMൽ പൊട്ടിത്തെറി. പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ അബ്ദുൾ ഷുക്കൂർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവുമായി ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായ തർക്കത്തിനു പിന്നാലെയാണ് രാജി. കൂടുതൽ സ്വതന്ത്രനായി മുന്നോട്ടു പോകുമെന്ന് അബ്ദുൾ ഷുക്കൂർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ. അതേസമയം അബ്ദുൾ ഷുക്കൂറിന്റെ രാജിക്കു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി നിരവധി BJP നേതാക്കൾ രംഗത്തെത്തി. ആദ്യ വിക്കറ്റ് വീണു എന്നാണ് BJPയുടെ പ്രതികരണം. മുൻപ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പു സമയത്തും അബ്ദുൾ ഷുക്കൂറിന്റെ അതൃപ്തി വലിയ വാർത്തകളായിരുന്നു. അന്നൊക്കെ മാധ്യമവാർത്തകൾ മാത്രമാണെന്ന് പറഞ്ഞ CPM ഒടുവിൽ അബ്ദുൾ ഷുക്കൂറിനെ അനുനയിപ്പിക്കുകയായിരുന്നു. ഷിബു ബേബി ജോൺ RSPയുടെ മന്ത്രിയാവും. പാർലമെന്ററി പാർട്ടി നേതാവായി ഷിബു ബേബി ജോണിനെ തിരുവനന്തപുരത്ത് ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുത്തു. BJPയുടെ മുന്നേറ്റമാണ് എന്റെ പരാജയത്തിന് കാരണമെന്ന് കോഴിക്കോട് നോർത്ത് മണ്ഡലം CPM സ്ഥാനാർത്ഥിയായിരുന്ന തോട്ടത്തിൽ രവീന്ദ്രൻ പറഞ്ഞു. പാർട്ടി വോട്ടുൾപ്പെടെ BJPക്ക് ലഭിച്ചു. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ സംസ്ഥാനത്ത് BJP കൂടുതൽ മുന്നേറ്റം നടത്താനാണ് സാധ്യത എന്നും അദ്ദേഹം പറഞ്ഞു. 3 സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. BJP കുറച്ചുകൂടെ കടന്നു പ്രവർത്തിച്ചു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും 9,000-ഓളം വോട്ടുകൾ അവർ അധികം നേടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തളിപ്പറമ്പിലെ നിയുക്ത MLA TK ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി. ഭാര്യ KP രമണിക്കൊപ്പമാണ് TK ഗോവിന്ദൻ എത്തിയത്. കോടിയേരി കുടുംബാംഗങ്ങളുമായി ഗോവിന്ദൻ കൂടിക്കാഴ്ച നടത്തി. കൂടാതെ കോടിയേരി വീട്ടിലെ ഓർമ്മചിത്രങ്ങളും മ്യൂസിയവും സന്ദർശിച്ചു. TK ഗോവിന്ദന്റെ സന്ദർശനത്തിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തുവന്നു. അതേസമയം പാർട്ടി വിട്ട് പാർട്ടിക്കെതിരെ മത്സരിച്ച ഒരു നേതാവ് CPM നേതാവിന്റെ വീട്ടിലെത്തുന്നത് ആദ്യമാണ്. പാർട്ടിയിൽ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് ഗോവിന്ദന്റെ സന്ദർശനം. പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇന്നു തലസ്ഥാനത്ത് ആരംഭിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് ദിനത്തിന് സമാനമായ ഉദ്വേഗത്തിലാണ് കോൺഗ്രസ്. MLAമാരുടെ എണ്ണം മാത്രം കണക്കിലെടുത്തുള്ള തീരുമാനമാണോ അതോ മറ്റു ഘടകങ്ങൾ കൂടി പരിഗണിക്കുമോ എന്നതാകും നിർണായകം.
വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ എന്നിവരിൽ ആർക്കാണ് പരിഗണനയെന്ന ധാരണ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടുതന്നെ നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും എം.എൽ.എമാർ ഇങ്ങോട്ടു പറയുന്നത് കേൾക്കാനേ സാധ്യതയുള്ളൂ. ഓരോ എം.എൽ.എയുടെയും അഭിപ്രായം അവർ രേഖപ്പെടുത്തും. കെ.പി.സി.സി. മുൻ പ്രസിഡന്റുമാരെയും കാണും. തങ്ങളെ കാണാൻ ഇങ്ങോട്ട് ആഗ്രഹം പ്രകടിപ്പിച്ച നേതാക്കളെയും കേൾക്കും. കൂടുതൽ എം.എൽ.എമാർ ആരെയാണ് പിന്തുണയ്ക്കുക എന്നത് തന്നെയാണ് പ്രധാന ഘടകം. ഒപ്പം പൊതുസ്വീകാര്യത, ഭരണപരിചയം, ഘടകകക്ഷികളുടെ പിന്തുണ, മുന്നണി സംവിധാനത്തെ കാര്യക്ഷമതയോടെയും ഒത്തിണക്കത്തോടെയും നയിക്കാനുള്ള പ്രാഗൽഭ്യം, ഹൈക്കമാൻഡിനുള്ള വിശ്വാസം എന്നിവയും അന്തിമ തീരുമാനത്തെ സ്വാധീനിച്ചേക്കാമെന്ന് കരുതുന്നവരുണ്ട്. എം.എൽ.എമാരാണ് എന്നത് സതീശനും രമേശിനും അനുകൂല ഘടകമാണ്. എം.എൽ.എ അല്ലാത്തവരും മുഖ്യമന്ത്രി ആയിട്ടുണ്ട് എന്ന കീഴ്വഴക്കം വേണുഗോപാലിനും ചൂണ്ടിക്കാട്ടാം. 2021 പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാനായി ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖർഗെയും ദിനേശ് ഗുണ്ടുറാവുവും നിരീക്ഷകരായി എത്തിയപ്പോൾ ഹൈക്കമാൻഡിന്റെ മനോഗതം എന്താണ് എന്ന് ഉമ്മൻചാണ്ടി അവരോട് ചോദിച്ചിരുന്നു. തുറന്ന മനസ്സോടെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എന്നാണ് ഖർഗെ നൽകിയ മറുപടി. അതോടെ രമേശിന് പിന്തുണ നൽകാൻ എ വിഭാഗം തീരുമാനിച്ചു. അന്ന് കൂടുതൽ വോട്ട് തനിക്കാണ് കിട്ടിയതെന്ന് രമേശ് ഇന്നലെയും ആവർത്തിച്ചു. സതീശൻ അത് അംഗീകരിക്കുന്നുമില്ല. എന്തായാലും നേതൃമാറ്റമെന്ന ഹൈക്കമാൻഡ് തീരുമാനമാണ് പ്രതിപക്ഷ നേതൃപദവി സതീശന് ഉറപ്പാക്കിയത്. 2011 നിരീക്ഷകരായി എത്തിയ മൊഹസിന ഖ്വിദ്വായിക്കും മധുസൂദനൻ മിസ്ത്രിക്കും മുന്നിൽ ചിലർ മുഖ്യമന്ത്രിയായി ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിച്ചെങ്കിലും ഭൂരിപക്ഷം എം.എൽ.എമാരുടെ പിന്തുണ, സീനിയോറിറ്റി എന്നിവയും പ്രതിപക്ഷ നേതാവാണെന്നതും ഉമ്മൻചാണ്ടിക്ക് വ്യക്തമായ മേൽക്കൈ നൽകി. 2016 തോറ്റപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് താനില്ലെന്ന് ഉമ്മൻചാണ്ടി തന്നെ വ്യക്തമാക്കിയതോടെ ഹൈക്കമാൻഡിന് കാര്യങ്ങൾ എളുപ്പമായി. രമേശിന് നറുക്കുവീണു. എം.എൽ.എമാരുടെ നിലപാട് പരിഗണിച്ചും അപ്പോഴത്തെ രാഷ്ട്രീയ സന്ദർഭത്തിന്റെ സവിശേഷതകൾ ഉൾക്കൊണ്ടുമുള്ള തീരുമാനത്തിനാണ് സാധ്യത എന്ന സൂചനയാണ് ഈ ചരിത്രം നൽകുന്നത്. ഇന്നത്തെ ചർച്ച കഴിഞ്ഞു മടങ്ങുന്ന നിരീക്ഷകരുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തീരുമാനം ഏത് സമയത്തും ഡൽഹിയിൽ നിന്നു വരാം. സാധ്യത കൽപ്പിക്കപ്പെടുന്ന 3 നേതാക്കളെയും കെ.പി.സി.സി. പ്രസിഡന്റിനെയും ഒരുപക്ഷെ അതിനു മുൻപ് ഡൽഹിയിലേക്ക് വിളിച്ച് ചർച്ച നടത്തിയേക്കാം. 63-ൽ ചുരുങ്ങിയത് 35 എം.എൽ.എമാർ പിന്തുണയ്ക്കുമെന്നാണ് സതീശനൊപ്പമുള്ളവരുടെ കണക്കുകൂട്ടൽ. ഇതിനു പുറമെ മുൻ കെ.പി.സി.സി. പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗം പേരും ഒപ്പം നിൽക്കുമെന്നും ഘടകകക്ഷികളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഏതാനും ഘടകകക്ഷി നേതാക്കൾ കഴിഞ്ഞ ദിവസം സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. ഉമ്മൻചാണ്ടിക്ക് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവസരം ലഭിക്കേണ്ടത് ചെന്നിത്തലയ്ക്കാണെന്നും ഹൈക്കമാൻഡ് അക്കാര്യം പരിഗണിക്കുമെന്നുമാണ് ഒപ്പമുള്ളവരുടെ പ്രതീക്ഷ. 25 എം.എൽ.എമാരുടെ പിന്തുണയും അവകാശപ്പെടുന്നു. ഇന്നലെ ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല ഖർഗെയെയും രാഹുലിനെയും പ്രത്യേകം കണ്ടു. സീനിയോറിറ്റി കൂടി കണക്കിലെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതായാണ് വിവരം. 52 എം.എൽ.എമാരുടെ പിന്തുണയുണ്ടെന്നുറപ്പിച്ചാണ് കെ.സി. പക്ഷം കറുക്കൾ നീക്കുന്നത്. എം.എൽ.എമാരിലെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് മുൻഗണന നൽകുന്നതാണ് കോൺഗ്രസിന്റെ രീതിയെന്നും കേരളത്തിലും അത് പിന്തുടരണമെന്നുമാണ് വാദം. കേരളവുമായി ബന്ധപ്പെട്ട ഹൈക്കമാൻഡിന്റെ കൂടിയാലോചനകളിൽ കെ.സി. വേണുഗോപാൽ വിട്ടുനിൽക്കുകയാണ്. മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള അവകാശത്തിൽ താനുമുണ്ട് എന്ന സന്ദേശത്തിന്റെ സൂചനയായി ഇതിനെ കാണുന്നവരുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണ അനിശ്ചിതത്വം തുടരുന്നതിടയിൽ 15 എം.എൽ.എമാരെ റിസോർട്ടിലേക്ക് മാറ്റി എ.എൻ.ഐ.കെ. പുതുച്ചേരിയിലുള്ള റിസോർട്ടിലേക്കാണ് എം.എൽ.എമാരെ മാറ്റിയത്. ദ ഷോർ ട്രിഷം എന്ന റിസോർട്ടിൽ 20 മുറികളാണ് എം.എൽ.എമാർക്കായി ബുക്ക് ചെയ്തിട്ടുള്ളത്. പാർട്ടിയിലെ ഒരു വിഭാഗം ടി.വി.കെയിലേക്ക് പോയേക്കും എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് എം.എൽ.എമാരെ ഒരുമിച്ച് നിർത്താനുള്ള നീക്കം. പല എം.എൽ.എമാരും ഇതിനോടകം പുതുച്ചേരിയിലെത്തിയെന്നും ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്നെത്തുമെന്നും മുതിർന്ന എ.എൻ.ഐ.കെ. നേതാവ് സി.വി. ഷൺമുഖം പറഞ്ഞു. ടി.വി.കെയെ പിന്തുണയ്ക്കുമെന്ന നിലപാടുള്ള എ.എൻ.ഐ.കെയിലെ 15 എം.എൽ.എമാരെയാണ് റിസോർട്ടിലേക്ക് മാറ്റിയത്. വിജയിനെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ നേരത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പഴനിസ്വാമിയെ കണ്ടു. സി.പി.ഐ. സംസ്ഥാന നേതൃത്വത്തിന് ടി.വി.കെയോട് അനുകൂല നിലപാടാണെങ്കിലും തിരക്കിട്ട തീരുമാനം വേണ്ട എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. അതേസമയം ബി.ജെ.പി. സാഹചര്യം മുതലെടുക്കുന്നില്ല എന്നുറപ്പാക്കുമെന്ന് സി.പി.എം. സി.പി.ഐ. കേന്ദ്ര നേതൃത്വങ്ങൾ സൂചന നൽകുന്നു. ഭരണപങ്കാളിത്തം, വർഗീയ പാർട്ടികളുമായി നിസ്സഹകരണം എന്നീ ഉപാധികളോടെയാണ് കോൺഗ്രസിന്റെ പിന്തുണ. 108 സീറ്റ് നേടിയ ടി.വി.കെയ്ക്ക് നിലവിൽ കോൺഗ്രസിന്റെ 5 എം.എൽ.എമാരുടെ പിന്തുണയുണ്ട്. ബംഗളൂരുവിൽ മലയാളി യുവാവിന്റെ ക്രൂരമർദ്ദനത്തിനിരയായി മരിച്ച തൃശൂർ തളിക്കുളം സ്വദേശി സുനിതയ്ക്ക് യഥാസമയം ചികിത്സയും നീതിയും ലഭിക്കുന്നതിൽ പോലീസിന് സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണ്. ബംഗളൂരു റൂറൽ പോലീസിന് കീഴിൽ സുലിബലെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥ കാരണം പ്രതി ദീപകൃഷ്ണൻ സംഭവദിവസം കടന്നുകളഞ്ഞിരുന്നു.
അബോധാവസ്ഥയിലായ സുനിതയെ ബംഗളൂരുവിലെ 3 ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സ ലഭിച്ചില്ല എന്നു പരാതിയുണ്ട്. അവസാനം മസ്തിഷ്കമരണം സ്ഥിരീകരിച്ച ശേഷമാണ് ആംബുലൻസിൽ തൃശൂരിലേക്ക് കൊണ്ടുവന്നത്. 2 പോലീസുകാരെയടക്കം പൂട്ടിയിട്ട് കടന്നുകളഞ്ഞ ദീപകൃഷ്ണൻ ഇന്നലെ ബംഗളൂരു പോലീസിന്റെ കസ്റ്റഡിയിലായതായി സൂചനയുണ്ട്. തളിക്കുളം പത്താങ്കല്ല് മങ്ങാട്ട് വീട്ടിൽ സുനിത തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ചൊവ്വ രാത്രി മരിച്ചത്. ബംഗളൂരുവിൽ നിന്ന് പോലീസെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം സംസ്കരിക്കും. ബംഗളൂരുവിൽ നായ സംരക്ഷണ കേന്ദ്രം നടത്തിപ്പുകാരനായ ദീപക് ഉപദ്രവം ആരംഭിച്ചതോടെയാണ് അവിടെ ജോലി ചെയ്യുകയായിരുന്ന സുനിത മടങ്ങിപ്പോരാൻ തീരുമാനിച്ചത്. ഇതിന്റെ പേരിലാണ് ദീപക് മാരകമായി സുനിതയെ ഉപദ്രവിച്ചതും തല ഭിത്തിയിലിടിച്ചപ്പിച്ചതും. മുറി പൂട്ടി ദീപക് പുറത്തുപോയത് കാരണം സുനിതയെ ആശുപത്രിയിലെത്തിക്കാൻ കൂടെയുണ്ടായിരുന്ന 2 യുവതികൾക്ക് കഴിഞ്ഞില്ല. ഫോണിൽ വിവരമറിയിച്ചപ്പോൾ 2 പോലീസുകാർ എത്തിയെങ്കിലും ഇവരെയും ദീപക് ഉള്ളിലിട്ട് പൂട്ടി. കൂടുതൽ പോലീസെത്തി ഇവരെ രക്ഷിച്ചെങ്കിലും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിലോ പ്രതിയെ ഉടൻ പിടിക്കുന്നതിലോ പിന്തുണച്ചില്ല. തൃശൂർ ഈസ്റ്റ് പോലീസിൽ ഭർത്താവ് ഷിൻഡോ പരാതി നൽകിയെങ്കിലും സംഭവം നടന്നത് ബംഗളൂരുവിലായതിനാൽ കേസ് അവിടേക്ക് കൈമാറി. ബംഗളൂരുവിൽ മർദ്ദനമേറ്റു കൊല്ലപ്പെട്ട സുനിത ഭാസ്കരകാരണവർ വധപ്രകരണത്തിലെ പ്രതി ഷെറിന് ജയിലിൽ വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചുവെന്ന് വെളിപ്പെടുത്തിയ യുവതിയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഷെറിനെതിരെ രംഗത്തെത്തിയത്. ജയിലിൽ ഷെറിന്റെ സഹതടവുകാരിയായിരുന്നു സുനിത. ആക്രമണക്കേസിൽ റിമാൻഡിലായ സുനിതയെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് 2013-ൽ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റിയപ്പോൾ അവിടെ 5 മാസത്തോളം ഷെറിനൊപ്പം കഴിഞ്ഞു. തുടർന്ന് അതേ വർഷം തന്നെ സ്റ്റേ ചെയ്തതിന്റെ തുടർച്ചയായി സുനിത ജയിൽ മോചിതയായി. ഷെറിനെതിരെ രംഗത്തെത്തിയ തനിക്ക് ഭീഷണിയുണ്ടായിരുന്നുവെന്ന് സുനിത വെളിപ്പെടുത്തി. ജയിലിൽ ഷെറിന് മേക്കപ്പ് സാധനങ്ങളും ഫോൺ യഥേഷ്ടം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യവും ലഭിച്ചിരുന്നുവെന്നാണ് സുനിത വെളിപ്പെടുത്തിയത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബ്ലോക്ക് ബസ്റ്റർ അരങ്ങേറ്റം കുറിച്ച വിജയ്ക്ക് മുന്നിൽ പുതിയ വെല്ലുവിളിയായി ഗവർണർ. കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണ അവകാശവാദമുന്നയിച്ച വിജയ് നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് നനച്ചിരിക്കവെയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ വക പുതിയ വെല്ലുവിളി. കേവല ഭൂരിപക്ഷം ഉറപ്പാക്കിയുള്ള കത്ത് നൽകണമെന്ന നിലപാടിലാണ് ഗവർണർ. കോൺഗ്രസ് പിന്തുണയ്ക്ക് പിന്നാലെ 113 എംഎൽഎമാർ ഒപ്പിട്ട കത്താണ് വിജയും ടി.വി.കെ പാർട്ടിയും നൽകിയത്. എന്നാൽ 234 അംഗ നിയമസഭയിൽ 118 എന്ന മാന്ത്രിക സംഖ്യ കടന്നാൽ മാത്രമേ ഭൂരിപക്ഷമാകൂ. ഇത് ഉയർത്തിയുള്ള ഗവർണർ നീക്കം വിജയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. 118 എംഎൽഎമാർ പിന്തുണയ്ക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന കത്ത് ഹാജരാക്കണമെന്ന നിലപാടിലാണ് ഗവർണർ. അങ്ങനെയെങ്കിൽ മാത്രമേ സത്യപ്രതിജ്ഞയ്ക്ക് അനുവാദം നൽകൂ എന്നാണ് ഗവർണറുടെ നിലപാട്. ഇക്കാര്യത്തിൽ ഗവർണർ നിയമോപദേശം തേടിയിട്ടുണ്ട്. അറ്റോർണി ജനറലിന്റെ ഉപദേശമാണ് തേടിയത്. 5 പേരുടെ കൂടി പിന്തുണ കൂടി ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വിജയ്. സത്യപ്രതിജ്ഞ നടത്തി മുഖ്യമന്ത്രിയായി അധികാരമേറ്റാൽ പിന്തുണ ഉറപ്പിക്കൽ എളുപ്പമാകുമെന്ന് കരുതിയ വിജയ്ക്ക് ഗവർണറുടെ നിലപാട് വെല്ലുവിളിയായിരിക്കുകയാണ്. CPI 2 സീറ്റുകൾ, CPM 2 സീറ്റുകൾ, VCK 2 സീറ്റുകൾ എന്നിവരുടെ പിന്തുണ ടി.വി.കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ലഭിച്ചില്ലെങ്കിൽ സർക്കാർ രൂപീകരണം വിജയ്ക്ക് വൻ പ്രതിസന്ധിയായി മാറിയേക്കും. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നതിനിടെ വിജയുടെ ടി.വി.കെയെ പിന്തുണയ്ക്കില്ലെന്ന് വ്യക്തമാക്കി AIADMK. ഒരു സാഹചര്യത്തിലും ടി.വി.കെയ്ക്ക് പിന്തുണ നൽകില്ലെന്ന് AIADMK ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി KP മുനുസാമി അറിയിച്ചു. ടി.വി.കെയ്ക്ക് പിന്തുണ നൽകേണ്ടതില്ലെന്ന നിലപാടിൽ EPS ഉറച്ചു നിൽക്കുകയായിരുന്നു. AIADMKയിലെ ഒരു വിഭാഗം ടി.വി.കെയ്ക്ക് പിന്തുണ നൽകണമെന്ന നിലപാടിലായിരുന്നു. SP വേലുമണി, CV ഷൺമുഖം തുടങ്ങിയ നേതാക്കളാണ് ടി.വി.കെയ്ക്ക് പിന്തുണ നൽകണമെന്ന് അഭിപ്രായപ്പെട്ടത്. 3-ൽ 2 എംഎൽഎമാരുടെ പിന്തുണ ഉറപ്പായാൽ വിമത നേതാക്കൾ പിന്തുണ പരസ്യമാക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഒരു സാഹചര്യത്തിലും ടി.വി.കെയെ പിന്തുണയ്ക്കില്ല എന്ന ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് AIADMK. കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണ അവകാശവാദമുന്നയിച്ച വിജയ്ക്ക് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ നിലപാട് വെല്ലുവിളിയായി. കേവല ഭൂരിപക്ഷം ഉറപ്പാക്കിയുള്ള കത്ത് നൽകണമെന്ന നിലപാടിലാണ് ഗവർണർ. കോൺഗ്രസ് പിന്തുണയ്ക്കു പിന്നാലെ 113 എംഎൽഎമാർ ഒപ്പിട്ട കത്താണ് വിജയ് ഗവർണർക്ക് നൽകിയത്. എന്നാൽ 234 അംഗ നിയമസഭയിൽ 118 പേരുടെ പിന്തുണ കിട്ടിയാൽ മാത്രമേ ഭൂരിപക്ഷമാകൂ. 118 എംഎൽഎമാർ പിന്തുണയ്ക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന കത്ത് ഹാജരാക്കണമെന്നാണ് ഗവർണർ അറിയിച്ചത്. അങ്ങനെയെങ്കിൽ മാത്രമേ സത്യപ്രതിജ്ഞയ്ക്ക് അനുവാദം നൽകൂവെന്നാണ് ഗവർണറുടെ നിലപാട്. ഇക്കാര്യത്തിൽ ഗവർണർ നിയമോപദേശം തേടിയിട്ടുണ്ട്. അറ്റോർണി ജനറലിന്റെ ഉപദേശമാണ് തേടിയത്.
5 പേരുടെ കൂടി പിന്തുണ കൂടി ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വിജയ്. സത്യപ്രതിജ്ഞ നടത്തി മുഖ്യമന്ത്രിയായി അധികാരമേറ്റാൽ പിന്തുണ ഉറപ്പിക്കൽ എളുപ്പമാകുമെന്ന് കരുതിയ വിജയ്ക്ക് ഗവർണറുടെ നിലപാട് വെല്ലുവിളിയായിരിക്കുകയാണ്. CPI 2 സീറ്റുകൾ, CPM 2 സീറ്റുകൾ, VCK 2 സീറ്റുകൾ എന്നിവരുടെ പിന്തുണ TVK പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ലഭിച്ചില്ലെങ്കിൽ സർക്കാർ രൂപീകരണം വിജയ്ക്ക് വൻ പ്രതിസന്ധിയായി മാറിയേക്കും. തമിഴ്നാട്ടിൽ സഖ്യ സർക്കാരിലേക്ക് TVK ക്ഷണിച്ചെങ്കിലും CPM അനുകൂല തീരുമാനമെടുക്കില്ലെന്ന് സൂചന. TVK ക്ഷണം നിലനിൽക്കെ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഷൺമുഖവും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗം K കനകരാജും നിയുക്ത MLAമാരായ T ലതയും R സെല്ലസാമിയും DMK നേതാവ് MK സ്റ്റാലിന്റെ വീട്ടിലെത്തി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 5 സീറ്റിൽ മത്സരിച്ച CPM സ്ഥാനാർത്ഥികളിൽ 2 പേരാണ് വിജയിച്ചത്. ഈ വിജയത്തിൽ ഒപ്പം പ്രവർത്തിച്ചതിന് DMKയോടുള്ള നന്ദി സൂചിപ്പിക്കാനാണ് CPM നേതാക്കൾ എത്തിയത്. ഈ വിവരം CPM തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റിയുടെ എക്സിലെ ഔദ്യോഗിക ഹാൻഡിലിലാണ് പങ്കുവച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ അവകാശമുന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്ന് ഗവർണറെ കണ്ടെങ്കിലും ഫലം കണ്ടില്ല. ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യമായ അംഗസംഖ്യ ഉറപ്പാക്കാൻ നിർദ്ദേശിച്ച് തമിഴ്നാടിന്റെ കൂടെ ചുമതലയുള്ള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അദ്ദേഹത്തെ മടക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ TVK സർക്കാർ രൂപീകരിക്കട്ടെയെന്ന് MK സ്റ്റാലിൻ. ഞങ്ങൾ കാത്തിരിക്കും, 6 മാസം എല്ലാം നിരീക്ഷിക്കും. ഭരണഘടനാ പ്രതിസന്ധിയോ ഉടൻ മറ്റൊരു തിരഞ്ഞെടുപ്പോ DMK ആഗ്രഹിക്കുന്നില്ല. സ്റ്റാലിൻ സർക്കാർ തുടങ്ങിയ പദ്ധതികൾ തുടരണം. കുറഞ്ഞത് സ്കൂളുകളിലെ പ്രഭാത ഭക്ഷണ പദ്ധതിയെങ്കിലും തുടരണം എന്നാണ് സ്റ്റാലിന്റെ പ്രതികരണം. സംസ്ഥാനത്ത് TVK കോൺഗ്രസ് സഖ്യത്തിനെതിരെ കൈകോർക്കാൻ DMKയും AIADMKയും ഒരുങ്ങുന്നതായി സൂചനയുണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് സ്റ്റാലിൻ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. DMKയും AIADMKയും തമ്മിൽ സഖ്യചർച്ചകൾ തുടങ്ങിയതായാണ് ഇന്നലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നേരിട്ടതിനിടെ മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്താൻ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എത്തുന്നു. വ്യാഴാഴ്ച ബംഗാളിലെത്തുന്ന അഖിലേഷ് യാദവ് മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തും. BJPയുടെ തുടർ വിജയങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാക്കളെ ഒറ്റക്കെട്ടായി നിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അഖിലേഷിന്റെ സന്ദർശനം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളുൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകും. BJPക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് മമതാ ബാനർജി പ്രതികരിച്ചതിന് പിന്നാലെയാണ് അഖിലേഷ് യാദവിന്റെ സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ്. തിരഞ്ഞെടുപ്പിന് പിന്നാലെയുണ്ടായ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടെ ബഷീർഹാട്ടിൽ BJP പ്രവർത്തകന് വെടിയേറ്റു. ചിണ്ടു എന്ന് വിളിക്കപ്പെടുന്ന രോഹിത് റോയ് എന്ന യുവാവിനാണ് വെടിവെക്കപ്പെട്ടത്. പാർട്ടി പതാക ഉയർത്തുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് വെടിവെപ്പിൽ കലാശിച്ചത് എന്നാണ് വിവരം. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നാണ് ആരോപണം. ഇന്നലെ രാത്രി 10 മണിയോടെ ബഷീർഹാട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗോത്ര പഞ്ചായത്ത് പരിധിയിലെ രാജീവ് കോളനിയിലാണ് സംഭവം നടന്നത്. തമിഴ്നാട്ടിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നേടിയ നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകത്തെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. ഇതോടെ പതിറ്റാണ്ടുകൾ നീണ്ട DMK കോൺഗ്രസ് സഖ്യത്തിന് അന്ത്യമായി. സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ വിജയ് കോൺഗ്രസിന്റെ പിന്തുണ തേടിയതിനു പിന്നാലെയാണ് നിർണായക തീരുമാനം. 234 അംഗ നിയമസഭയിൽ 108 സീറ്റുകൾ നേടിയ TVKക്ക് കേവല ഭൂരിപക്ഷത്തിന് 10 സീറ്റുകളുടെ കുറവുണ്ടായിരുന്നു. 5 സീറ്റുകൾ നേടിയ കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചതോടെ വിജയ്ക്ക് സർക്കാർ രൂപീകരണത്തിന് വഴിതെളിഞ്ഞു. സഖ്യത്തിൽ വർഗീയ ശക്തികളെ ഉൾപ്പെടുത്തരുത് എന്ന കർശന നിബന്ധനയോടെയാണ് കോൺഗ്രസ് പിന്തുണ നൽകുന്നത്. ഭരണഘടനയിൽ വിശ്വസിക്കാത്ത ശക്തികളെ മാറ്റി നിർത്തണമെന്ന് AICC തമിഴ്നാട് ചുമതലയുള്ള ഗിരീഷ് ചോഡങ്കർ വ്യക്തമാക്കി. കോൺഗ്രസിന്റെ നീക്കത്തെ പിന്നിൽ നിന്നുള്ള കുത്ത് എന്നാണ് DMK വിശേഷിപ്പിച്ചത്. DMK സഖ്യത്തിന്റെ ബലത്തിലാണ് കോൺഗ്രസ് 5 സീറ്റുകൾ നേടിയതെന്നും ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നാൽ കോൺഗ്രസ് 0 DMK പരിഹസിച്ചു. ഈ സഖ്യം വെറും സർക്കാർ രൂപീകരണം മാത്രമല്ല, വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും TVK കോൺഗ്രസ് സഖ്യം തുടരുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. കാമരാജ് ഭരണത്തിന്റെ സുവർണകാലം തിരികെ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും അവർ വ്യക്തമാക്കി. തിങ്കളാഴ്ച പ്രഖ്യാപിച്ച പശ്ചിമബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രകാരം 293 സീറ്റുകളിൽ 49ലും വിജയമാർജിൻ എന്നത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ സമയത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തവരുടെ എണ്ണത്തേക്കാൾ കുറവാണ്. സംസ്ഥാനത്ത് ആകെ 90 ലക്ഷത്തിലധികം പേരാണ് ഇത്തരത്തിൽ ഒഴിവാക്കിയത്. ഈ 49 മണ്ഡലങ്ങളിൽ 26ഇടത്ത് BJPയും 21ഇടത്ത് തൃണമൂൽ കോൺഗ്രസും 2 സീറ്റുകളിൽ കോൺഗ്രസുമാണ് വിജയിച്ചത്. പശ്ചിമബംഗാൾ നിയമസഭയിലെ 293 സീറ്റുകളിലെ ഫലമാണ് പ്രഖ്യാപിച്ചത്. ഒരു സീറ്റിൽ മെയ് 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. 207 സീറ്റുകൾ നേടിയ BJPക്ക് ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണം വിജയമാർജിനേക്കാൾ കൂടുതലുള്ള 26 മണ്ഡലങ്ങളുണ്ട്. ഇതിൽ 25 സീറ്റുകളും തൃണമൂൽ കോൺഗ്രസിൽ
നിന്ന് ബി.ജെ.പി. പിടിച്ചെടുത്തു. ഡാർജിലിംഗ് സീറ്റ് നിലനിർത്തിയും. 5 സീറ്റുകളിൽ വിജയമാർജിനേക്കാൾ 10,000-ലധികം വോട്ടർമാരെയാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ജംഗിപൂരിൽ ഒഴിവാക്കപ്പെട്ടവർ വിജയമാർജിനേക്കാൾ 26,039 കൂടുതലും, രാജർഹട്ട് ന്യൂ ടൗണിൽ ഇത് 23,816, കരന്തികിയിൽ 11,693, ഭട്ടാറിൽ 11,553, റെയ്നയിൽ 10,450 മൊത്തത്തിൽ ബി.ജെ.പിയുടെ ശരാശരി വിജയമാർജിൻ 27,805 വോട്ടുകളാണ്. 80 സീറ്റുകൾ നേടിയ തൃണമൂൽ കോൺഗ്രസിന്റെ ശരാശരി വിജയമാർജിൻ 29,095 വോട്ടുകളാണ്. 293 സീറ്റുകളിൽ 16 സീറ്റുകളിൽ ഒഴിവാക്കപ്പെട്ട വോട്ടർമാരും വിജയമാർജിനും തമ്മിലുള്ള വ്യത്യാസം 10,000-ന് മുകളിലായിരുന്നു. തൃണമൂലിനെ സംബന്ധിച്ച് അവർ വിജയിച്ച 80 സീറ്റുകളിൽ 21 സീറ്റുകളിലും വിജയമാർജിനേക്കാൾ കൂടുതൽ ഒഴിവാക്കലുകൾ രേഖപ്പെടുത്തിയിരുന്നു. സംസർഗഞ്ചിൽ ഇത് 67,188 കൂടുതലും കമർഹട്ടിയിൽ 119 വ്യത്യാസം. ഒഴിവാക്കലുകളും മാർജിനും തമ്മിലുള്ള വ്യത്യാസം 10,000-ന് മുകളിലുള്ള 9 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചു. ദീർഘകാലത്തെ സംഘർഷങ്ങൾക്ക് ശേഷം അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന ധാരണയിലേക്ക് അടുക്കുന്നുവെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ ഒറ്റപ്പേജുള്ള ധാരണാപത്രത്തോടെയാണ് ഇരു രാജ്യങ്ങളും സന്ധിയായത്. പിന്നീട് ചർച്ച നടക്കും. ഉപരോധങ്ങളും ഹോർമോസ് അടച്ചതും ഘട്ടം ഘട്ടമായി പിൻവലിക്കുമെന്നാണ് വിവരം. അതേസമയം ഇറാന്റെ ആണവായുധ പദ്ധതി ഇറാൻ ഉപേക്ഷിക്കേണ്ടിവരും. ഇറാനിലെ ഉപരോധങ്ങൾ അമേരിക്ക പടിപടിയായി നീക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാൻ തീരത്തേക്ക് പോയ കപ്പൽ ആക്രമിച്ച് അമേരിക്കൻ സേന. ഇറാൻ പതാക വഹിക്കുന്ന കപ്പലായ MT ഹസ്നയ്ക്കെതിരെയാണ് അമേരിക്കൻ സേന ആക്രമിച്ചത്. കപ്പൽ നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചുവെന്നാണ് സെൻട്രൽ കമാൻഡ് വാദിക്കുന്നത്. ഓയിൽ ടാങ്കർ കപ്പലായ MT ഹസ്ന ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ച് US ഉപരോധം മറികടന്ന് ഇറാൻ തുറമുഖത്തേക്ക് എത്താൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. അമേരിക്കൻ ഉപരോധം മറികടക്കരുത് എന്ന് നിരവധി മുന്നറിയിപ്പുകൾ നൽകിയെങ്കിലും പാലിക്കാതെ വന്നതോടെയാണ് ആക്രമിച്ചതെന്നാണ് സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നത്. നിലവിൽ ഈ കപ്പൽ ഇറാൻ തുറമുഖത്തേക്ക് നീങ്ങുന്നില്ലെന്നാണ് അമേരിക്ക വിശദീകരിക്കുന്നത്. CNN വാർത്താ മാധ്യമ സ്ഥാപനം വ്യവസായിയും മാധ്യമലോകത്തെ വിപ്ലവകാരിയുമായ ടെഡ് ടർണർ അന്തരിച്ചു. 87 വയസ്സിലാണ് അദ്ദേഹം വിടവാങ്ങിയത്. ലോകത്താദ്യം 24 മണിക്കൂർ വാർത്താ സംപ്രേക്ഷണം എന്ന ആശയം നടപ്പിലാക്കി ടെലിവിഷൻ മാധ്യമരംഗത്തെ പൂർണ്ണമായി മാറ്റിമറിച്ച വ്യക്തിത്വമായിരുന്നു ടർണർ. കേബിൾ ന്യൂസ് നെറ്റ്വർക്ക് എന്ന സ്ഥാപനത്തിലൂടെ വാർത്താ വിതരണത്തിന്റെ ഗതി തന്നെ അദ്ദേഹം മാറ്റിയെഴുതി. വാർത്തകൾക്ക് പുറമെ കായികം, വിനോദം എന്നീ മേഖലകളിലും വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1985-ൽ MGM സ്റ്റുഡിയോസിന്റെ സിനിമാ ലൈബ്രറി സ്വന്തമാക്കിയ അദ്ദേഹം 1996-ൽ പ്രശസ്തമായ കാർട്ടൂൺ നെറ്റ്വർക്കിന് രൂപം നൽകി. 1996-ൽ ടർണർ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റത്തെ ടൈം വാർണറുമായി ലയിപ്പിച്ചതോടെ ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നിന്റെ അമരക്കാരൻ. ഇറാനുമായി ആണവ കരാറിലേർപ്പെടുന്നതിനായി യുദ്ധഭീഷണിയുമായി ട്രംപ്. കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ബോംബുകളുടെ അടുത്ത തരംഗത്തിന് തയ്യാറാവാനാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ബുധനാഴ്ച സാമൂഹ്യമാധ്യമങ്ങളിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം. അടുത്തിടെ ട്രംപ് നടത്തിയ ഘടകവിരുദ്ധമായ പ്രസ്താവനകളിൽ അവസാനം വന്നതാണ് പുതിയ ഭീഷണി. ഇറാൻ സമ്മതിച്ച കാര്യങ്ങൾ അവർ നൽകാൻ തയ്യാറായാൽ അതൊരുപക്ഷേ വലിയൊരു നിഗമനമാണെങ്കിൽ പോലും ഇതിനോടകം തന്നെ ഐതിഹാസികമായി മാറിയ എപ്പിക് ഫ്യൂറി അവസാനിക്കുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കിയത്. ഫെബ്രുവരിയിൽ ഇറാനെതിരെ ഇസ്രായേലുമായി ചേർന്നാരംഭിച്ച സൈനിക നീക്കത്തിനാണ് എപ്പിക് ഫ്യൂറി എന്ന് പേര് നൽകിയിരുന്നത്. അവർ സമ്മതിച്ചില്ലെങ്കിൽ ബോംബിംഗ് ആരംഭിക്കും, ദുഃഖകരമെന്ന് പറയട്ടെ, അത് മുൻപത്തേക്കാൾ ശക്തമായിരിക്കും എന്നും ട്രംപ് വിശദമാക്കുന്നത്. മുൻപ് നിലവിലിരുന്ന ആണവ കരാറിൽ നിന്ന് വ്യത്യസ്തമായി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളും പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളിലെ ഇറാന്റെ ഇടപെടലുകളും കൂടി ഉൾപ്പെടുന്ന കൂടുതൽ കർശനമായ ഒരു കരാറാണ് ട്രംപ് വിഭാവനം ചെയ്യുന്നത്. തന്റെ മുൻ ഭരണകാലത്തെ മാക്സിമം പ്രഷർ നയം വീണ്ടും നടപ്പിലാക്കിക്കൊണ്ട് ഉപരോധങ്ങളിലൂടെയും സൈനിക ഭീഷണിയിലൂടെയും ഇറാനെ വലിയൊരു വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതരാക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. അമേരിക്കയുടെ ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ആഗോള എണ്ണ വിപണിയെ തകർക്കുമെന്നും പശ്ചിമേഷ്യയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നു. അതേസമയം സമാധാനമുറപ്പാക്കാൻ ശക്തി പ്രകടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന നിലപാടിലാണ് അമേരിക്കൻ ഭരണകൂടം. അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന നിലപാടാണ് ഇറാൻ ഔദ്യോഗികമായി സ്വീകരിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ആഭ്യന്തര സമ്മർദ്ദവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല.
ബലപ്രയോഗത്തിലൂടെയും സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും ഇറാനെ പുതിയൊരു കരാറിലേക്ക് കൊണ്ടുവരാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ്. 231 യാത്രക്കാരുമായി യുഎസിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ ഒരു യാത്രാവിമാനം അപകടത്തിൽപ്പെട്ടു. ഒരു ലൈറ്റ് പോസ്റ്റ് ഇടിച്ചു തെറിപ്പിച്ച വിമാനം വിമാനത്താവളത്തിലെ ഒരു ട്രക്കിനും കാര്യമായ തകരാറുണ്ടാക്കി. വിമാനം അപകടത്തിൽപ്പെട്ടെങ്കിലും യാത്രക്കാർക്കാർക്കും പരിക്കില്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം വിമാനം അപകടത്തിൽപ്പെടുന്നതിന്റെ വീഡിയോകൾ സമൂഹമാധ്യമ ഉപയോക്താക്കളെ അമ്പരപ്പിച്ചു. തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യൂനസിന് സമീപം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഗാസയിലെ ഹമാസ് തലവന്റെ മകന് ഗുരുതരമായി പരിക്കേറ്റു. ഹമാസ് അംഗങ്ങളായ മറ്റ്5 പേരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് പറയുന്നു. ഹമാസിന്റെ ഗാസ മുനമ്പിലെ ഇപ്പോഴത്തെ പ്രധാന നേതാവ് ഖലിൽ അൽ ഹയ്യയുടെ മകൻ അസം അൽ ഹയ്യയാണ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. പലസ്തീനുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായി നയതന്ത്ര ചർച്ച നടത്തുന്ന നേതാവാണ് ഖലിൽ അൽ ഹയ്യ. ഇദ്ദേഹത്തിന്റെ 3 മക്കളെ ഇസ്രായേൽ നേരത്തെ തന്നെ വധിച്ചിട്ടുണ്ട്. 2008ലും 2014ലും ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് 2 പേർ കൊല്ലപ്പെട്ടത്. ദോഹയിൽ വെച്ച് ഹമാസിന്റെ നേതാക്കളെ വധിക്കാനുള്ള ഇസ്രായേൽ നീക്കം തടയുന്നതിനിടെ കഴിഞ്ഞ വർഷമാണ് 3ാമത്തെ മകൻ കൊല്ലപ്പെട്ടത്. ഹമാസാണ് ഏറ്റവും ഒടുവിലത്തെ ആക്രമണത്തിന്റെ വിവരം പുറത്തുവിട്ടത്. ഇസ്രായേൽ സൈന്യം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് നേരിട്ട വൻ പരാജയത്തിൽ ഒടുവിൽ പ്രതികരിച്ചു പിണറായി വിജയൻ. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 4ാം ദിവസമാണ് ഇത് സംബന്ധിച്ച് പിണറായിയുടെ പ്രസ്താവന. തിരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നുവെന്നും വിജയം നേടിയ യുഡിഎഫിനെ അഭിനന്ദിക്കുന്നുവെന്നും പിണറായി പ്രസ്താവനയിൽ പറയുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമായ തിരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിട്ടുള്ളത്. എല്ലാവിധ എതിർപ്രചാരണങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇടയിലും എൽഡിഎഫിന് ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. 3ാം വട്ടം തുടർച്ചയായി പ്രതീക്ഷിച്ച വിജയം കൈവിട്ടെങ്കിലും വലിയൊരു ജനവിഭാഗം എൽഡിഎഫിനൊപ്പം ഉറച്ചുനിന്നുവെന്നത് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് എൽഡിഎഫിന്റെ ലക്ഷ്യം. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും പിന്തുണയ്ക്കും. അതേസമയം ജനവിരുദ്ധമായ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കും. കേരളത്തിന്റെ മതനിരപേക്ഷതയും ബഹുസ്വരതയും സംരക്ഷിക്കുക എന്നത് എൽഡിഎഫിന്റെ അടിസ്ഥാന നിലപാടാണ്. ഈ തിരഞ്ഞെടുപ്പിലെ ചില സൂചനകൾ മതനിരപേക്ഷത സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നു. ബിജെപി 3 സീറ്റുകൾ നേടിയത് ഗൗരവതരമാണ്. ഒരു വർഗീയതയോടും സന്ധി ചെയ്യാതെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും പിണറായി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ ജനവിധി ഒരവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണെന്ന് പിണറായി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷങ്ങളിലുടനീളം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു എന്നത് നിസ്സംശയമാണ്. അവ നിലച്ചുപോകാതിരിക്കാനും മുന്നോട്ടു കൊണ്ടുപോകാനും ശക്തമായ ജനജാഗ്രത തുടർന്നുമുണ്ടാകേണ്ടതുണ്ട്. നവകേരള നിർമ്മാണത്തിനായി എൽഡിഎഫ് മുന്നോട്ടുവച്ച കാഴ്ചപ്പാടുകൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, യുവജന തൊഴിൽ, സാമൂഹ്യന്യായം, പൊതു ആരോഗ്യവും വിദ്യാഭ്യാസവും ഇവയെല്ലാം ഇനി മുന്നോട്ടു പോകുമെന്ന് ശക്തമായ പ്രതിപക്ഷ നിലപാടിലൂടെ ഉറപ്പാക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും സാമൂഹ്യ സുരക്ഷയും ഉൾപ്പെടുന്ന മേഖലകളിൽ ഞങ്ങൾ മുന്നോട്ടുവച്ച നയങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളവയാണ്. അവ നടപ്പിലാക്കുന്നതിനായി പുതിയ സർക്കാരിന്മേൽ ജനാധിപത്യ സമ്മർദ്ദം ചെലുത്തും എന്നും വിശദമാക്കുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പിനിടയിൽ വ്യാപകമായ വ്യാജ പ്രചാരണങ്ങൾ നടന്നുവെന്നത് മുൻപും പറഞ്ഞതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിൽ ചില മാധ്യമങ്ങൾ വഹിച്ച പങ്ക് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അർദ്ധസത്യങ്ങളെയും അതിശയോക്തികളെയും വസ്തുതാവിരുദ്ധ പ്രചാരണങ്ങളെയും ആശ്രയിച്ച അവതരണങ്ങൾ ജനാധിപത്യത്തിന് ഗുണകരമല്ല. എങ്കിലും ഈ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുകയാണ് പ്രധാനം എന്ന് എൽഡിഎഫ് വിശ്വസിക്കുന്നു. തിരഞ്ഞെടുപ്പ് ഫലം സമഗ്രമായി പരിശോധിക്കുവാനും എല്ലാ പ്രവർത്തകരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാനും എൽഡിഎഫ് തീരുമാനിച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായ തുറന്ന പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷം പൊതുസമൂഹത്തിൽ നിന്നും സഖാക്കളിൽ നിന്നും ഉയരുന്ന ആശങ്കകളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഗൗരവബുദ്ധ്യാ പരിശോധിക്കും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് തീരുമാനങ്ങളെടുക്കും. തൃശൂരിലെ 7 വയസ്സുകാരിയുടെ മരണം പേവിഷബാധ മൂലമെന്ന് സ്ഥിരീകരിച്ച് ആരോഗ്യവകുപ്പ്. കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയ കുട്ടികൾക്കും ബന്ധുക്കൾക്കുമടക്കം 16 പേർക്ക് ആരോഗ്യവകുപ്പ് പേവിഷബാധ കുത്തിവെപ്പ് നടത്തി. താഴപ്പറ കോടൻകുന്നത്ത് വീട്ടിൽ അലി സഖാഫിയുടെ മകൾ
സൻഹ മഹ്റിൻ 7 ആണ് മരിച്ചത്. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. കഴിഞ്ഞ മാസം 28-ാം തീയതി മണ്ണാർക്കാടുള്ള ബന്ധുവീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ കുട്ടി കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നു. മരണസമയത്ത് കുട്ടിക്ക് വെള്ളത്തിനോട് കടുത്ത വിരക്തി അനുഭവപ്പെടുകയും വായിൽ നിന്ന് നുരയും പതയും വരികയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് സംശയം തോന്നിയ ഡോക്ടർമാരും ആരോഗ്യവകുപ്പ് അധികൃതർ കുട്ടിയുടെ ശരീരത്തിൽ നിന്നുള്ള ദ്രാവകങ്ങൾ വിശദമായ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിലേക്ക് അയക്കുകയായിരുന്നു. ഈ പരിശോധനയുടെ ഫലം പുറത്തുവന്നതോടെയാണ് മരണകാരണം പേവിഷബാധ തന്നെയെന്ന് സ്ഥിരീകരിച്ചത്. വീടിന്റെ പരിസരത്തുള്ള പൂച്ചകളുമായി കുട്ടികൾ കളിക്കാറുണ്ടായിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മൃഗങ്ങളിൽ നിന്ന് എപ്പോഴാണ് രോഗബാധയേറ്റതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ മൃഗസംരക്ഷണ വകുപ്പിന് ആരോഗ്യവകുപ്പ് കത്തു നൽകി. ഇതിനെ തുടർന്ന് ചെറുതുരുത്തി കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും താഴെപ്പറയിലുള്ള വീട്ടിലും പരിസര പ്രദേശത്തും പരിശോധന നടത്തുകയും ഇതിനെ തുടർന്ന് ബുധനാഴ്ച രാവിലെ കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയ സഹോദരനടക്കം 11 കുട്ടികൾക്കും മാതാപിതാക്കളും ബന്ധുക്കളുമടക്കം മുതിർന്ന 5 പേർക്കും പേവിഷബാധ കുത്തിവെപ്പ് നടത്തുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് പരിശോധന ശക്തമാക്കും. തിരുവനന്തപുരം ഫോർട്ട് സ്കൂളിൽ നടന്ന ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ പരീക്ഷയ്ക്കിടെയാണ് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് കോപ്പിയടിച്ചത്. തിരുവനന്തപുരം പനവില സ്വദേശിയായ അനീഷ് ബാബുവാണ് കോപ്പിയടിച്ചത്. ഹാളിലേക്ക് മൊബൈൽ ഫോൺ കടത്തിയ അനീഷ് ബാബു ചോദ്യപേപ്പർ ഫോട്ടോ എടുത്ത് സുഹൃത്തിന് നൽകി. സുഹൃത്ത് ഉത്തരങ്ങൾ പറഞ്ഞു നൽകിയത് ബ്ലൂടൂത്ത് വഴി കേട്ട് എഴുതുന്നതിനിടെയാണ് പിടിയിലായത്. അനീഷിനെ ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. പരവൂർ മൂകാംബിക ക്ഷേത്രോപദേശക സമിതി പിരിച്ചുവിട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ തുടർ നടപടികൾ തൽക്കാലം നീട്ടിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. കാലാവധി പൂർത്തിയാകാൻ 2 മാസം ശേഷിക്കെയാണ് നിലവിലെ സമിതിയെ പിരിച്ചുവിട്ടതെന്ന് ചൂണ്ടിക്കാണിച്ചു നൽകിയ ഹർജിയിലാണ് നടപടി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ തീരുമാനം ചോദ്യം ചെയ്ത് ഉപദേശക സമിതി നൽകിയ ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും VM ശ്യാംകുമാറും ഉൾപ്പെട്ട ബെഞ്ചാണ് പരിഗണിച്ചത്. ജി. സുധാകരൻ സഹോദരൻ ഭുവനേശ്വരന്റെ രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. ചാരുംമൂട് ഏരിയ കമ്മിറ്റിയുടെ കീഴിലാണ് രക്തസാക്ഷി മണ്ഡപം. കുടുംബസമേതം എത്തിയാണ് ജി. സുധാകരൻ ഭുവനേശ്വരന്റെ രക്തസാക്ഷി മണ്ഡപത്തിലെത്തിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ ആദ്യം കേട്ട വിമത ശബ്ദങ്ങളിലൊന്ന് ജി. സുധാകരന്റേതായിരുന്നു. UDF പിന്തുണയോടെ സ്വതന്ത്രനായി ജനവിധി തേടിയ സുധാകരൻ രാഷ്ട്രീയ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ച് സിറ്റിംഗ് MLA എച്ച്. സലാമിനെ പരാജയപ്പെടുത്തി വിജയിക്കുകയും ചെയ്തു. 19,000-ന് മുകളിൽ വോട്ടുകൾക്ക് ജയിക്കുമെന്നായിരുന്നു സുധാകരന്റെ പ്രവചനം. അതിനെയും മറികടന്ന് 27,935 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയം. ബേപ്പൂരിൽ ലീഗ് കാലുവാരിയെന്ന വാർത്തകൾ അടിസ്ഥാനമില്ലെന്ന് PV അൻവർ പറഞ്ഞു. UDF ഒറ്റക്കെട്ടായാണ് പ്രവർത്തിച്ചതെന്നും ആരോടും ഒരു പരാതിയുമില്ല, CPM BJP കൂട്ടുകെട്ടാണ് തന്നെ തോൽപ്പിച്ചത്, രാമനാട്ടുകരയിലും ഫറോക്കിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട്, അത് UDF നേതൃത്വം പരിശോധിക്കും, എന്റെ പോരാട്ടത്തിനുള്ള അംഗീകാരം ജനം തന്നു, മറ്റൊരു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഒട്ടാകെ UDFന് അനുകൂലമായ തരംഗമുണ്ടായപ്പോൾ ബേപ്പൂർ മുഹമ്മദ് റിയാസിനൊപ്പം ഉറച്ചുനിൽക്കുകയായിരുന്നു മണ്ഡലം. 7,487 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് റിയാസ് ജയിച്ചത്. 35 വർഷമായി ഇടതുകോട്ടയായി ഉറച്ചുനിൽക്കുന്ന മണ്ഡലമാണ് ബേപ്പൂർ. പശ്ചിമബംഗാളിൽ BJPയുടെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള യോഗം ഇന്ന്. കൊൽക്കത്തയിലെ പാർട്ടി ആസ്ഥാനത്ത് വൈകിട്ടാണ് യോഗം. കേന്ദ്ര നിരീക്ഷകരായ കേന്ദ്രമന്ത്രി അമിത്ഷായും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും ഇന്ന് കൊൽക്കത്തയിലെത്തും. മമതാ ബാനർജിയെ ഭവാനിപൂരിൽ തോൽപ്പിച്ച പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയാണ് മുഖ്യമന്ത്രിയാകുക എന്നാണ് വിവരം. ഒരു വനിതാ നേതാവടക്കം 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ജനവിധി അട്ടിമറിച്ചതാണെന്ന ആരോപണമുയർത്തി മമതാ ബാനർജി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ പ്രതിഷേധം തുടരുകയാണ്. മമതയോട് ഗവർണർ RN രവി സംസാരിച്ചേക്കും. തമിഴ്നാട്ടിലെ വൻ വിജയത്തിനു പിന്നാലെ TVK നേതാവും നടനും വിജയ്ക്ക് നൽകിയ പോലീസിന്റെ പ്രത്യേക വാഹനവ്യൂഹം പിൻവലിച്ചു. ഫലം പ്രഖ്യാപിച്ച രാത്രിയാണ് വിജയ്ക്ക് കോൺവോയ് ക്രമീകരണം ഏർപ്പെടുത്തിയത്. നടപടി വിജയുടെ അഭ്യർത്ഥന പ്രകാരമെന്ന് പോലീസ് വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കോൺവോയ് മതിയെന്നാണ് വിജയ് പറഞ്ഞതായാണ് പോലീസ് വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. അതേസമയം രാത്രി വൈകിയും തമിഴ്നാട്ടിൽ നാടകീയ നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ TVK കോൺഗ്രസ് സഖ്യത്തിനെതിരെ കൈകോർക്കാൻ DMKയും AIADMKയും ഒരുങ്ങുന്നുവെന്ന സൂചനകൾ വന്നതിനു പിന്നാലെ AIADMK MLAമാരെ പുതുച്ചേരിയിലെ റിസോർട്ടിലേക്ക് മാറ്റി.
DMKയും AIADMKയും തമ്മിൽ സഖ്യചർച്ചകൾ തുടങ്ങിയതായാണ് വിവരം. ഇരു പാർട്ടികളുടെയും നേതാക്കൾ പരസ്പരം ബന്ധപ്പെട്ടു. ദ്രാവിഡ പാർട്ടികളുടെ ബദൽ അവതരിപ്പിച്ച് TVKയെ അകറ്റി നിർത്തുക എന്ന ലക്ഷ്യമാണ് ഇരു പാർട്ടികളുടെയും മുന്നിൽ. MLAമാർ മറുപക്ഷത്തേക്ക് കൂറുമാറുന്നത് തടയാൻ AIADMK നേതൃത്വം അവരെ പുതുച്ചേരിയിലേക്ക് മാറ്റി. ബുധനാഴ്ച രാത്രിയോടെയാണ് ചെന്നൈയിൽ നിന്ന് സ്വകാര്യ ബസ്സുകളിൽ MLAമാരെ പുതുച്ചേരിയിലേക്ക് കൊണ്ടുപോയത്. മുതിർന്ന നേതാക്കളുടെ മേൽനോട്ടത്തിലാണ് ഈ നീക്കം. MLAമാർ ആരുമായും ബന്ധപ്പെടാതിരിക്കാൻ കർശന നിയന്ത്രണങ്ങളാണ് റിസോർട്ടിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു പിന്നാലെ അക്രമം രൂക്ഷമായ പശ്ചിമബംഗാളിൽ അടുത്ത മുഖ്യമന്ത്രിയായി വിലയിരുത്തപ്പെട്ട സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് വെടിയേറ്റു കൊല്ലപ്പെട്ടു. പശ്ചിമബംഗാളിലെ BJPയുടെ ചരിത്രവിജയത്തിനു പിന്നാലെ സംസ്ഥാനത്തെ വ്യാപക മേഖലയിൽ അക്രമങ്ങൾ അരങ്ങേറിയിരുന്നു. ചന്ദ്രനാഥ് രാധിനെ മധ്യംഗ്രാമിൽ വെച്ച് ബുധനാഴ്ച രാത്രി വെടിവെച്ചു കൊല്ലപ്പെട്ടു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. BJP പ്രവർത്തകർക്കൊപ്പം നിൽക്കുകയായിരുന്ന ചന്ദ്രനാഥ് രാധിനെ അക്രമികൾ ലക്ഷ്യമിടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. സംഭവം സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് വ്യാപക ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. വളരെ അടുത്തുനിന്ന് വെടിയേറ്റ ചന്ദ്രനാഥ് രാഥ് സംഭവസ്ഥലത്ത് വെച്ചുതന്നെ കൊല്ലപ്പെട്ടതായാണ് വിവരം. ദീർഘകാലമായി BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്നു ചന്ദ്രനാഥ്. പശ്ചിമബംഗാളിൽ BJPയുടെ വൻ വിജയത്തിനു പിന്നാലെ ആരംഭിച്ച വ്യാപക അക്രമ സംഭവങ്ങൾക്ക് ഇനിയും അറുതിയായിട്ടില്ല. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി ദേശീയഗീതമായ വന്ദേമാതരത്തിനു നൽകുന്ന നിർദ്ദേശം കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം. ഇതിന്റെ ഭാഗമായി ദേശീയഗാനത്തെ അവമാനിക്കുന്നതോ ആലാപനം തടസ്സപ്പെടുത്തുന്നതോ ചെയ്യുന്നത് കുറ്റകരമാകും. ഇതോടൊപ്പം വന്ദേമാതരത്തെ അവമാനിക്കുന്നതോ ആലാപനം തടസ്സപ്പെടുത്തുന്നതോ ചെയ്യുന്നത് കുറ്റകരമാകും. ഭേദഗതി നടപ്പിലായാൽ വന്ദേമാതരത്തോട് അനാദരവ് കാണിക്കുന്നവർക്ക് ദേശീയഗാനത്തോട് അനാദരവ് കാണിച്ചാൽ ലഭിക്കുന്നതിന് തുല്യമായ ശിക്ഷ ലഭിക്കും. നിലവിൽ ദേശീയഗാനത്തെ അപമാനിക്കുന്നവർക്ക് 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും. ആവർത്തിച്ചു കുറ്റം ചെയ്യുന്നവർക്ക് കുറഞ്ഞത് 1 വർഷം തടവ് ശിക്ഷ ലഭിക്കും. വന്ദേമാതരത്തിനും ഈ നിയമങ്ങൾ ബാധകമാകും. പഞ്ചാബിലെ ഇരട്ട സ്ഫോടനത്തിന് NIA അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഫോടനസ്ഥലം സന്ദർശിച്ചു. സ്ഫോടനം നടന്ന അമൃത്സറിൽ ഫോറൻസിക് തെളിവുകളടക്കം NIA സംഘം ശേഖരിക്കും. ജലന്ധറിലെ സ്ഫോടനത്തിൽ പരിക്കേറ്റ ഡെലിവറി ജീവനക്കാരനെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യും. സംഭവസ്ഥലത്തുനിന്ന് ഫോറൻസിക് സയൻസ് ലബോറട്ടറി സംഘം ശേഖരിച്ച സാമ്പിളുകൾ വിശവ പരിശോധനയ്ക്കായി അയക്കുകയായിരുന്നു. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അമൃത്സറിൽ സുരക്ഷ ശക്തമാക്കി. പശ്ചിമബംഗാളിൽ മുർഷിദാബാദിൽ BJP പ്രവർത്തകർ ലെനിൻ പ്രതിമ തകർത്തതായി CPM ആരോപിച്ചു. സംഭവത്തിൽ CPM പ്രവർത്തകർ നൽകിയ പരാതിയിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായി CPM ഔദ്യോഗിക X അക്കൗണ്ടിൽ പങ്കുവച്ച പോസ്റ്റിൽ അറിയിച്ചു.